ക്രിക്കറ്റ് ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് യുവതാരം വൈഭവ് സൂര്യവംശിയുടെ തകർപ്പൻ ബാറ്റിംഗ് മികവിലാണ് സിംബാബ്വെക്കെതിരായ മൂന്നാം T20 മത്സരത്തിൽ ഇന്ത്യ 35 റൺസിന്റെ ഉജ്ജ്വല വിജയം സ്വന്തമാക്കിയത്. ഈ ജയത്തോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പര ഇന്ത്യ 3-0 വൈറ്റ് വാഷ് ചെയ്ത് തൂത്തുവാരിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ചർച്ചയാകുന്ന യുവനിരയുടെ കരുത്താണ് ഈ പരമ്പരയിലൂടെ ഒരിക്കൽ കൂടി ഇന്ത്യൻ ടീം ലോകത്തിനു മുന്നിൽ തെളിയിച്ചിരിക്കുന്നത്. മത്സരത്തിലേക്ക് വരുമ്പോൾ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ തിരിച്ചടിയാണ് ഉണ്ടായത്. സ്കോർ ബോർഡിൽ റൺസ് ചേർക്കും മുൻപ് തന്നെ ഓപ്പണർ അഭിഷേക് ശർമ്മയെ ടീമിന് നഷ്ടമായി. എന്നാൽ ആ സമ്മർദ്ദങ്ങളെല്ലാം തള്ളിക്കൊണ്ട് ക്രീസിൽ നിലയുറപ്പിച്ച 15-കാരൻ വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ഇന്നിംഗ്സിനെ അസാധാരണമായ പക്വതയോടെ മുന്നിൽ നിന്ന് നയിക്കുകയായിരുന്നു. സിംബാബ്വെ ബൗളർമാരെ മൈതാനത്തിന്റെ എല്ലാ ഭാഗത്തേക്ക് പറത്തിയ താരം വെറും 49 പന്തുകളിൽ നിന്ന് 8 മനോഹരമായ ഫോറുകളുടെയും 4 സിക്സറുകളുടെയും അകമ്പടിയോടെ 81 റൺസാണ് അടിച്ചുകൂട്ടിയത്. സെഞ്ചുറിക്ക് തൊട്ടടുത്ത് വെച്ച് പുറത്തായെങ്കിലും ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സ് കീഴടക്കുന്ന വെടിക്കെട്ട് പ്രകടനമാണ് താരം പുറത്തെടുത്തത്. ഒരു യുവതാരത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്നായാണ് ഇത് വിലയിരുത്തപ്പെടുന്നതും. സൂര്യവംശിക്ക് പുറമെ മറ്റ് ബാറ്റർമാരും തങ്ങളുടെ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ചു. ഇഷാൻ കിഷൻ, നായകൻ ശ്രേയസ് അയ്യർ എന്നിവർ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചപ്പോൾ അവസാന ഓവറുകളിൽ തകർത്തടിച്ച 14 പന്തിൽ 25 റൺസ് നേടി ഫിനിഷർ റിങ്കു സിംഗ് ഇന്ത്യൻ ഇന്നിംഗ്സിന് വേഗത കൂട്ടി. ഇവരെയെല്ലാം കൂട്ടിച്ചേർന്നുള്ള കൂട്ടുകെട്ടുകൾ ഇന്ത്യൻ സ്കോർ നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 192 റൺസ് എന്ന കൂറ്റൻ നിലയിലെത്തിക്കാൻ സഹായിച്ചു. സിംബാബ്വെ നിരയിൽ ഇവാൻസ് 2 വിക്കറ്റുകൾ വീഴ്ത്തിയെങ്കിലും ഇന്ത്യൻ ബാറ്റിംഗ് കൊടുങ്കാറ്റിനെ പിടിച്ചുകെട്ടാൻ ആ ബൗളിംഗ് നിരയ്ക്ക് കഴിഞ്ഞില്ല. 193 റൺസ് വിജയലക്ഷ്യമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ സിംബാബ്വെക്ക് തുടക്കം മുതൽ തന്നെ കാര്യങ്ങൾ എളുപ്പമായി. ഇന്ത്യൻ പേസർമാരുടെ കൃത്യതയാർന്ന ആക്രമണത്തിന് മുന്നിൽ അവർ തുടക്കം മുതലേ പതറി. ഇന്നിംഗ്സിലെ ആദ്യ പന്തിൽ തന്നെ ഓപ്പണർ ബെനറ്റിനെ പുറത്താക്കി പേസർ മായങ്ക് യാദവ് ഇന്ത്യക്ക് സ്വപ്നതുല്യമായ തുടക്കമാണ് സമ്മാനിച്ചത്. പിന്നീട് തുടർച്ചയായ ഇടവേളകളിൽ സിംബാബ്വെ നിരയിൽ വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നു. എങ്കിലും മധ്യനിരയിൽ ഒരറ്റത്ത് പൊരുതി നിന്ന റയാൻ ബേൾ അർദ്ധ സെഞ്ചുറിയുമായി സിംബാബ്വെ മത്സരത്തിൽ നിലനിർത്താൻ ശ്രമിച്ചു. എന്നാൽ ഇന്ത്യൻ ബൗളിംഗ് നിരയുടെ കരുത്തിനു മുന്നിൽ അദ്ദേഹത്തിന് ആ ഒറ്റയാൾ പോരാട്ടം മതിയാകുമായിരുന്നില്ല. നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസ് എടുക്കാനേ ടീമിന് കഴിഞ്ഞുള്ളൂ. 35 റൺസിന്റെ പരാജയത്തോടെ പരമ്പരയും അവർക്ക് പൂർണ്ണമായി നഷ്ടമായി. ഇന്ത്യൻ ബൗളിംഗ് നിരയിൽ പന്തെറിഞ്ഞവരും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതും. അതിവേഗ പന്തുകളിലൂടെ എതിരാളികളെ വിറപ്പിച്ച മായങ്ക് യാദവ് 29 റൺസ് മാത്രം വഴങ്ങി 3 നിർണായകമായ വിക്കറ്റുകൾ വീഴ്ത്തി മത്സരത്തിൽ തിളങ്ങി. അദ്ദേഹത്തിന് പുറമെ യാഷ് താക്കൂർ 2 വിക്കറ്റും സ്പിന്നർ രവി ബിഷ്ണോയ് 1 വിക്കറ്റും സ്വന്തമാക്കി. സിംബാബ്വെയുടെ പ്രതീക്ഷകളെ പൂർണ്ണമായും തകർത്തെറിഞ്ഞു. പരമ്പരയിൽ ഉടനീളം പുറത്തെടുത്ത അവിശ്വസനീയമായ ബാറ്റിംഗ് മികവിന്റെ അടിസ്ഥാനത്തിൽ വൈഭവ് സൂര്യവംശി മാൻ ഓഫ് ദി മാച്ചായും പ്ലെയർ ഓഫ് ദി സീരീസായും തിരഞ്ഞെടുക്കപ്പെട്ടു. മുൻപ് നടന്ന UK പര്യടനത്തിലെ കടുത്ത തിരിച്ചടികൾക്കും നിരാശകൾക്കും ശേഷം ഇന്ത്യൻ യുവനിര നേടിയ ഈ തിളക്കമാർന്ന പരമ്പര വിജയം ആരാധകർക്കും ടീമിനും ഒരുപോലെ വലിയ ആത്മവിശ്വാസമാണ് സമ്മാനിച്ചത്. വരാനിരിക്കുന്ന വലിയ ടൂർണമെന്റുകളെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ ഈ ജയം ഇന്ത്യൻ ടീമിന് പുതിയ ഊർജം പകരുമെന്നതിൽ തർക്കമില്ല.